SFIക്കും KSUവിനും കൊടുക്കുന്നതിന് പകരം ഇഡിക്ക് നേരിട്ട് അങ്ങ് അന്വേഷിച്ചൂടെ? അണ്ണാ, നിങ്ങളിതുവരെ എന്തൊന്നും പറയാത്തത്? മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ്, അതിൻ്റെ സംഭവങ്ങൾ പോലെ എന്തിനാണ് നിങ്ങൾക്ക് അറിയാം? ഇതൊക്കെ ഞാൻ അറിഞ്ഞ്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 2023 ഈ ഷാൻ ജോർജ് എന്ന് പറഞ്ഞ PC ജോർജിൻ്റെ മോൻ ഒരു കണ്ണൻ തിരുവാണ് ചേട്ടാ. CMRL എന്ന് പറയുന്ന കമ്പനിക്കെതിരായിട്ട് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൽ ഒരു പരാതി കൊടുത്ത് ഈ കമ്പനിക്കകത്ത് പണപരമായ കുറേ ഫ്രോഡുകൾ നടക്കണമെന്നും പറഞ്ഞാണ് പരാതി കൊടുത്തത്. ഈ മന്ത്രാലയം എന്ത് ചെയ്ത് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ SFIO എന്ന് പറയുന്ന എനിക്കറിയാം, മറ്റേ SFI അല്ല, SFIO, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അതൊരു കേന്ദ്ര ഏജൻസിയാണ്, നമ്മുടെ CBI ഒക്കെ പോലെ. അവരെടുത്ത് അന്വേഷിക്കാനായിട്ട് പറഞ്ഞു. കംപ്ലൈൻറ്റ് പ്രിപ്പയർ ചെയ്ത് ഇഡിക്ക് കൊടുത്തു. ഒരു സംശയം, ഈ SFIക്കും KSUവിനും കൊടുക്കുന്നതിന് പകരം ഇഡിക്ക് നേരിട്ട് അങ്ങ് അന്വേഷിച്ചൂടെ? അത് പറ്റൂല. ഈ ഇഡിക്ക് നേരിട്ട് കേസ് അന്വേഷിക്കാൻ പറ്റില്ല. CBI അതുപോലെ തന്നെ ഇതുപോലുള്ള കേന്ദ്ര ഏജൻസികൾ അവരൊക്കെ കൊടുക്കുന്ന കംപ്ലൈൻറ്റിൻ്റെ പുറത്ത് തുടർന്നുള്ള നടപടികൾ എടുക്കാനേ ഇഡിക്ക് അധികാരമുള്ളൂ. അങ്ങനെ ഇഡി എന്ത് ചെയ്തു? CMRL എന്ന് പറയുന്ന കമ്പനിക്ക് സമൻസ് അയച്ചു. ഇപ്പന്മാർ ഇത് കേൾക്കാതെ നേരെ എടുത്തുകൊണ്ട് ഹൈക്കോടതി പോയിട്ട് പറഞ്ഞ് ഈ കേസ് മൊത്തം കോഷ് ചെയ്യണമെന്ന് പറഞ്ഞു. കോടതി ഇത് കേൾക്കാൻ കുറച്ച് സമയം ആവശ്യമുണ്ട്, തൽക്കാലത്തേക്ക് നിങ്ങൾ സമൻസാക്കി ഒന്നും അയക്കേണ്ടെന്നും പറഞ്ഞൊരു സ്റ്റേ കൊടുത്തു. ഇതൊക്കെ മനസ്സിലായി. ഇതിലെവിടെയാണ് പിണറായി വിജയൻ? അങ്ങനെ എന്തൊരു ഈ കമ്പനിയുടെ കൺട്രാക്റ്റായിരുന്നു. ഇടയിൽ തോക്കിക്കയറി എടുത്തുകൊണ്ട് പോയാടാ. ഞാൻ പറഞ്ഞു വരെയില്ലേ, ഈ സഖാവ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എന്ന് പറയുന്നത് അവർക്കൊരു കമ്പനിയുണ്ട്. ഈ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ അമ്മയുടെ പെൻഷൻ കാശ് വെച്ച് തുടങ്ങിയ കമ്പനിയാണേ. ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ടേ. ഈ കമ്പനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ CMRL കമ്പനി മാസം തോറും ഒരു തുക കൊടുക്കും, ലക്ഷങ്ങളാണ്. ഇപ്പോൾ കൂട്ടി വന്നപ്പോൾ കോടികളുണ്ട്. പക്ഷേ ഈ പൈസ എന്തിനാണ് വീണ വിജയൻ്റെ കമ്പനിക്ക് കൊടുക്കണമെന്ന് ഒരു എത്തും പിടിയുമില്ല, അവരായിട്ടൊന്നും പറയണില്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടേ? അതാണ് ഇഡി അന്വേഷിക്കുന്നത്. അതിനാണ് സമൻസ് വിട്ടത്. അപ്പോഴാണ് ഒരു സംശയം, മോള് കണ്ണന്തിരിവ് കാണിച്ചതിന് പിണറായി സഖാവിൻ്റെ വീട് അതിന് റെയ്ഡ് ചെയ്യണം. മാത്രമല്ല ഹൈക്കോടതി സ്റ്റേയും അനുവദിച്ചിട്ടുണ്ട്. അതല്ലേ വിഷയം. സ്റ്റേ 2-3 ദിവസം മുമ്പ് കോടതി എടുത്ത് കളഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമുള്ള അന്വേഷണം നടത്തിക്കോളാൻ ഇഡിക്ക് അനുവാദം കൊടുത്തു. പിന്നെ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് വിജയണ്ണൻ്റെ മോക്കി കമ്പനി മാസാമാസം ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ആ സ്ഥിതിക്ക് പിണറായി സർക്കാർ ഈ കമ്പനിക്ക് വഴിവിട്ടെന്തെങ്കിലും സഹായം നൽകിയോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരിലുള്ള സംശയം. അങ്ങനെയാണ് ഇന്നലെ ഇഡി CRPF ജവാന്മാരും ജവാനത്തികളുമായിട്ടൊക്കെ അവിടെ പോയി റെയ്ഡ് ചെയ്തത്. ആദ്യം തന്നെ ഒരു റെയ്ഡിന് CRPF ജവാന്മാരെയും ജവാനത്തികളെയൊക്കെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിസ്സാരക്കാരനല്ലല്ലോ. കുട്ടി സഖാക്കൾ മൂത്ത സഖാക്കളൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയാം. അതുകൊണ്ടാണ് അവർ വലിയ സന്നാഹങ്ങളുമായിട്ട് വന്നത്. എന്നിട്ട് റെയ്ഡ് നടന്നില്ലേ? റെയ്ഡും നടന്ന് അവിടെ അടിയും നടന്ന് പിടിയും നടന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന ടാക്സി കാറുകൾ അടിച്ച് പൊട്ടിച്ച് അവസാനം ഇപ്പോൾ മ്യൂസിയം പോലീസ് അറിയാവുന്ന 300 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് കണ്ടറിയണം കോശി. ഇനി കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാൻ. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണം.